Read the story and answer the following questions. There was a homeless man sitting on the roadside. He was shivering with cold. A woman came there and she brought him coffee and dosha. The man became happy and thanked the woman. A little girl was walking along the other side of the road. She was crying with hunger. The man went near the girl and gave the food to her. ദരിദ്രനായ ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ വന്നു. അയാൾക്ക് കോഫിയും ദോശയും നൽകി. ദ മാൻ ബിക്കേം ഹാപ്പി. അയാൾ സന്തോഷമായി. ആ സ്ത്രീയോട് നന്ദി പറഞ്ഞു. അപ്പോൾ എ ലിറ്റിൽ ഗേൾ വാസ് വാക്കിംഗ് അലോങ് ദ അതർ സൈഡ് ഓഫ് ദ റോഡ്. റോഡിന്റെ എതിർവശം വഴി വേറൊരു പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. അവൾ വിശന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. ദ മാൻ വെന്റ് നിയർ ദ ഗേൾ. അയാൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു. ഗേവ് ദ ഫുഡ് ടു ഹെർ. ആഹാരം ആ പെൺകുട്ടിക്ക് നൽകി. ഈ സ്റ്റോറി വായിച്ചിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ്. വേർ വാസ് ദ ഹോംലെസ് മാൻ സിറ്റിംഗ്? ആ ഹോംലെസ് മാൻ എവിടെയാണ് ഇരുന്നത്? ഓൺ ദ വെറാൻഡ, ഓൺ ദ റോഡ് സൈഡ്, ഇൻ ദ പാർക്ക്, ഇൻ ദ ഓഫീസ്. ആൻസർ ഓപ്ഷൻ ബി, ഓൺ ദ റോഡ് സൈഡ്. ഹൂ ബോട്ട് ദ മാൻ കോഫി ആൻഡ് ദോശ? കോഫിയും ദോശയും ആരാണ് വാങ്ങിക്കൊടുത്തത്? എ വുമൺ ബോട്ട് ദ മാൻ കോഫി ആൻഡ് ദോശ. ഒരു സ്ത്രീയാണ് നൽകിയത്. പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ഷോസ് ദ മാൻസ് കൈൻഡ്നെസ് ടുവേർഡ്സ് ദ ഗേൾ. ആ മനുഷ്യന്റെ പെൺകുട്ടിയോടുള്ള ദയ കാണിക്കുന്ന സെന്റൻസ് എടുത്തെഴുതാനാണ്. ദ മാൻ വെന്റ് നിയർ ദ ഗേൾ ആൻഡ് ഗേവ് ഫുഡ് ടു ഹെർ. അയാൾ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു ആഹാരം ആ കുട്ടിക്ക് കൊടുത്തു. അതാണ് ഇവിടെ ദയവ് കാണിക്കുന്ന സെന്റൻസ്. വൈ വാസ് ദ ഗേൾ ക്രൈയിങ്? പെൺകുട്ടി എന്തിനാണ് കരഞ്ഞത്? ഷി വാസ് ആംഗ്രി. അവൾ ദേഷ്യത്തിലായിരുന്നു. ഹെർ മദർ ബീറ്റ് ഹെർ. പെൺകുട്ടിയുടെ അമ്മ അവളെ അടിച്ചു. ഷി വാസ് ഹംഗ്രി. അവൾക്ക് വിശപ്പായിരുന്നു. ഷി വാസ് ഇൽ. അവൾക്ക് അസുഖമായിരുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, ഷി വാസ് ഹംഗ്രി. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. സ്റ്റോറിക്ക് പറ്റിയൊരു പേര് കൊടുക്കാനാണ്. ഇവിടെ കൈൻഡ്നെസ്, ദയവെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള പേരുകൾ നൽകാം. തന്നിരിക്കുന്ന ചിത്രത്തിന്റെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചിത്രമാണ്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചിത്രമാണ്. ദർ ആർ മെനി ചിൽഡ്രൻ ഇൻ ദ ബർത്ത്ഡേ പാർട്ടി. ധാരാളം കുട്ടികളുണ്ട്. ദർ ആർ മെനി ഗിഫ്റ്റ്സ് ഓൺ ദ ടേബിൾ. ടേബിളിൽ ധാരാളം ഗിഫ്റ്റുകളുണ്ട്. റൂം ഈസ് ഡെക്കറേറ്റിംഗ് വിത്ത് കളർഫുൾ ബലൂൺസ്. റൂം ഫുള്ള് കളർഫുൾ ബലൂൺസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ദ ബർത്ത്ഡേ ഗേൾ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ സെന്റർ. പെൺകുട്ടി എല്ലാവരുടെയും നടുക്ക് നിൽക്കുന്നു. ഓൾ ചിൽഡ്രൻ ആർ വെയറിംഗ് ബർത്ത്ഡേ ക്യാപ്പ്. എല്ലാ കുട്ടികളും ബർത്ത്ഡേ ക്യാപ്പ് ധരിച്ചിരിക്കുന്നു. എ യമ്മി കേക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഒരു കേക്ക് ടേബിളിന് മുകളിലുണ്ട്. ദർ ഇസ് എ ക്യാൻഡിൽ ഓൺ ടോപ്പ് ഓഫ് ദ കേക്ക്. ഒരു ക്യാൻഡിൽ കേക്കിന്റെ മുകളിലുണ്ട്. ദേ ആർ സെലിബ്രേറ്റിംഗ് ബർത്ത്ഡേ പാർട്ടി ഇൻ ഹൗസ്. വീട്ടിലാണ് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹൗസ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ഫെസ്റ്റൂൺസ്. തോരണങ്ങളും പൂക്കൾ കൊണ്ട് വീട് അലങ്കരിച്ചിരിക്കുന്നു. ഓൾ ആർ വെരി ഹാപ്പി ആൻഡ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. The poor girl and her mother living in a shack. They are living near the forest. Her mother is cooking. Their pet dog is standing beside her. A cat is lying near the mother. The baby is sleeping in the cradle. The cradle is hanging on a tree nearby. The girl and the pet dog is waiting for food. Birds are flying. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. ആ കുട്ടിയും അമ്മയും ചെറിയൊരു ചാക്കൊക്കെ വലിച്ചു കെട്ടിയ ഒരു കുടിലാണ് താമസിക്കുന്നത്. കാടിന്റെ അടുത്താണ് അവർ താമസിക്കുന്നത്. അമ്മ കുക്ക് ചെയ്യുന്നു. അവരുടെ പെറ്റ് ഡോഗ് സ്റ്റാൻഡിങ് ബിസൈഡ് ഹെർ. അവരുടെ അടുത്ത് നിൽക്കുന്നു. ഒരു പൂച്ച അമ്മയുടെ അടുത്ത് കിടക്കുന്നു. കുട്ടി തൊട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. തൊട്ടില് അടുത്ത് തന്നെയുള്ള ഒരു മരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. പെൺകുട്ടിയും ആ പെറ്റ് ഡോഗും ആഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷികൾ പറക്കുന്നു. നെക്സ്റ്റും ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ടാണ് ഫെസ്റ്റി ഫണ്ട് എന്നുള്ള യൂണിറ്റിൽ നിന്ന്. This is a beautiful sea. മനോഹരമായ ഒരു കടലാണ്. There is beautiful glass palace. The palace is decorated with gems and pearls. There are lots of fishes swimming in the water. All are happy. There is a beautiful mermaid. She is Princess Julia. Fishes are enjoying her birthday. There was a big cake on a table in the hall. All clapped and sang birthday song. Identify the sea creatures and write their names.
തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള കടൽ ജീവികളെ തിരിച്ചറിയുക, അവയുടെ പേര് എഴുതുക. ഷാർക്ക്, സ്റ്റാർഫിഷ്, ജെല്ലിഫിഷ്, മാക്കറൽ, പ്രോൺ, ക്രാബ്, ഒക്ടോപ്പസ്, ബ്ലൂ വെയിൽ. ഐഡന്റിഫൈ ദ കിച്ചൺ യൂട്ടൻസിൽസ് ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ തിങ്സ്. അടുക്കള ഉപകരണങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ പേരെഴുതാനായിട്ടാണ്. ചിലപ്പോൾ അവയുടെ ചിത്രം തന്നിട്ട് പേരെഴുതാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി എക്സാമിന് ചോദിച്ചേക്കാം. ഗ്യാസ് സ്റ്റൗ, പ്ലേറ്റ്, സ്പൂൺ, പോട്ട്, ബ്രൂം, ബക്കറ്റ്, ഫ്രൈ പാൻ, ടേബിൾ സ്പൂൺസ്, നൈഫ്, ബൗൾ, മോപ്പ്, ക്ലേ പാൻ, ടീപോട്ട്, കാസറോൾ. Names of fruits: apple, orange, pineapple, pomegranate, mango, strawberry, watermelon, banana, plum. Names of vegetables: carrot, beetroot, brinjal, beans, bitter gourd, snake gourd, lady's finger, cabbage, cucumber, pumpkin. Add more lines. വരികൾ കൂട്ടിച്ചേർക്കാനാണ്. We like the people who help others. We don't like the people who don't help others. Next line. We like the people who shows kindness. അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. ഒപ്പം തന്നെ ലവ് others, കെയർ others അതും കൂടെ ചേർത്തിട്ട് 4 ലൈൻ വെച്ചിട്ട് ഈ കവിത കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. We like the people who shows kindness. We don't like the people who don't show kindness. We like the people who love others. We don't like the people who don't love others. We like the people who care others. We don't like the people who don't care others. ഇതും add more lines ആണ്. The best of friends can change a frown into a smile when you feel down. The best of friends will understand your little trials and lend a hand. ഇതിൻ്റെ ബാക്കിയായിട്ട് ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. The best of friends is a true gift to share the worries and happiness. The best of friends will listen your words, hold your hands with love. നെക്സ്റ്റ് ആക്ടിവിറ്റി പോസ്റ്റർ തയ്യാറാക്കാനായിട്ടാണ്. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പ്ലാസ്റ്റിക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇസ് ഹാംഫുൾ. പ്ലാസ്റ്റിക് ഹാംഫുൾ ആണ്. പ്രിപ്പയർ എ പോസ്റ്റർ അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ. പോസ്റ്ററിൽ എഴുതാനുള്ള വരികളാണ്: ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക്സ് ഇൻ ടു വാട്ടർ ബോഡീസ്. പ്ലാസ്റ്റിക് ഈസ് ഡിസ്ട്രോയിങ് അവർ ഓഷ്യൻസ്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. Stop plastic pollution. Say no to plastics. നെക്സ്റ്റ് ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ്. കവിത വാസ് വെരി ഹാപ്പി ടു ഗോ ടു സ്കൂൾ. കവിത ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകുന്നു. ഷീ ഗോട്ട് എ ടെലിവിഷൻ ആസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്റർ ഒരു ടെലിവിഷൻ ഗിഫ്റ്റ് ആയിട്ട് നൽകി. ഷീ ഡിസൈഡഡ് ടു ഇൻഫോം ദിസ് ടു സാഷ, ഹർ ബെസ്റ്റ് ഫ്രണ്ട്. ഈ കാര്യം സാഷയെ അറിയിക്കാൻ കവിത തീരുമാനിച്ചു. ക്യാൻ യു റൈറ്റ് ദ ചാറ്റ്സ് ബിറ്റ്വീൻ കവിത ആൻഡ് സാഷ? കവിതയും സാഷയും തമ്മിലുള്ള ചാറ്റാണ് കോൺവെർസേഷനായിട്ട് എഴുതാനുള്ളത്. കവിത: ഹായ് സാഷ. സാഷ: ഹായ് കവിത. കവിത: ഐ ഗോട്ട് എ ടെലിവിഷൻ ആസ് എ ഗിഫ്റ്റ്. സാഷ: ഓഹ് നൈസ്, കൺഗ്രാറ്റ്സ് ഡിയർ. കവിത: താങ്ക്സ് സാഷ. ഐ ക്യാൻ സീ കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ്സസ്, മൂവീസ്, സ്പോർട്സ് ആൻഡ് മ്യൂസിക് ഇൻ ടെലിവിഷൻ. സാഷ: യെസ്. ഹൂ ഗേവ് ദ ഗിഫ്റ്റ്? കവിത: our headmaster gave the gift. It was a surprise. Sasha: study well Kavita. Good luck. Conversation between mermaid and goldfish. Mermaid: hi dear, how are you? Goldfish: good morning Princess Julia, you look so cute. Mermaid: thank you, come inside, the party is about to start. Goldfish: how are we going to start? നമ്മൾ എങ്ങനെയാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്? Mermaid: let's sing and dance. നമുക്ക് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാം. Then we will have something special. There is a big surprise. Goldfish: oh please switch on the music, I am ready to dance. അപ്പോൾ കണ്ടുമുട്ടുമ്പോൾ കോൺവെർസേഷനാണ് ജൂലിയയും ഗോൾഡ്ഫിഷും തമ്മിലുള്ളതാണ്. ഇത് ഹാൻഡ് ബുക്കിലൊരു കോൺവെർസേഷനാണ്. ഇത് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്.
ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എ ഗ്രേറ്റ് ബിഗ് ഹാപ്പി ബർത്ത്ഡേ. Hope your birthday brings you a special kind of happiness. Wishing you a day filled with happiness and a year filled with joy. ഇത് ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡാണ്. ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡുകൾ ചോദിക്കാം.